8ാം ക്ലാസ്സിലെ മൽഹാർ ഹിന്ദി പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ഹിന്ദി സാഹിത്യത്തിലെ ബഹുമുഖ പ്രതിഭയായിരുന്ന ഭീഷ്മസാഹ്നി രചിച്ച ദോ ഗൗരയ്യ, അതായത് രണ്ട് കുരുവികൾ എന്ന കഥയുടെ മലയാള വിവർത്തനമാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത്. കഥ ഇപ്രകാരമാണ്. വീട്ടിൽ ഞങ്ങൾ 3 പേർ മാത്രമേ ഉള്ളൂ. അമ്മയും അച്ഛനും പിന്നെ ഞാനും. എന്നാൽ ഇതൊരു വീടല്ല, മറിച്ച് ഒരു സത്രമാണെന്നാണ് അച്ഛൻ പറയുന്നത്. ഞങ്ങൾ ഇവിടെ വെറും അതിഥികളെ പോലെയാണ്. ഈ വീടിൻ്റെ യഥാർത്ഥ ഉടമസ്ഥർ മറ്റാരൊക്കെയോ ആണ്. മുറ്റത്ത് ഒരു മാവുണ്ട്. പലതരത്തിലുള്ള പക്ഷികൾ അവിടെ താവളമടിക്കാറുണ്ട്. കുന്നുകളും താഴ്വരകളും താണ്ടി ഡൽഹിയിലെത്തുന്ന ഏതു പക്ഷിയും നേരെ ഞങ്ങളുടെ വീട്ടിലേക്കാണ് വരുന്നത്. ഞങ്ങളുടെ വീടിൻ്റെ വിലാസവും കയ്യിൽ പിടിച്ചാണ് അവ വരുന്നതെന്നാണ് അച്ഛൻ പറയുന്നത്. ചിലപ്പോൾ തത്തകൾ വരും, ചിലപ്പോൾ കാക്കകൾ, മറ്റു ചിലപ്പോൾ പലതരം കുരുവികളും. ചെവി അടച്ചു പോകുന്ന തരത്തിലുള്ള ബഹളമാണ് അവിടെ നടക്കാറുള്ളത്. പക്ഷേ ആളുകൾ പറയുന്നത് പക്ഷികൾ പാടുകയാണെന്നാണ്. വീടിനുള്ളിലെ അവസ്ഥയും ഇത് തന്നെയാണ്. 20ഓളം എലികൾ ഇവിടെ താമസിക്കുന്നുണ്ട്. രാത്രി മുഴുവൻ ഒരു മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്ക് അവ ഓടിക്കളിക്കും. ആകെ ബഹളമായതുകൊണ്ട് ഞങ്ങൾക്ക് സമാധാനമായി ഉറങ്ങാൻ പോലും കഴിയില്ല. പാത്രങ്ങൾ വീഴുന്നു, ടിന്നുകൾ തുറക്കപ്പെടുന്നു, ചായക്കോപ്പുകൾ ഉടയുന്നു. ഒരു എലിക്ക് അടുപ്പിന് പിന്നിലിരിക്കാനാണ് ഇഷ്ടം. മിക്കവാറും അതൊരു വൃദ്ധനാകാം. അവന് തണുപ്പ് കൂടുതലായിരിക്കും. മറ്റൊരു എലിക്ക് ബാത്റൂമിലെ ടാങ്കിന് മുകളിൽ കയറിയിരിക്കാനാണ് ഇഷ്ടം. അവന് ഒരുപക്ഷെ ചൂട് കൂടുതലായിരിക്കും. ഒരു പൂച്ചയും ഞങ്ങളുടെ വീട്ടിലുണ്ട്. അവൾ ഇവിടെ സ്ഥിരതാമസമൊന്നുമല്ലെങ്കിലും അവൾക്കും ഈ വീട് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് ഇടയ്ക്കിടെ അവൾ വന്ന് എത്തി നോക്കി പോകാറുണ്ട്. മനസ്സ് വന്നാൽ അകത്ത് കയറി പാൽ കുടിക്കും. തോന്നിയില്ലെങ്കിൽ പുറത്തു നിന്ന് തന്നെ പിന്നെ വരാമെന്ന് പറഞ്ഞു പോകും. വൈകുന്നേരമാകുന്നതോടെ 2-3 വവ്വാലുകൾ മുറികൾക്ക് കുറുകെ ചിറക് വിടർത്തി വ്യായാമം ചെയ്യാൻ തുടങ്ങും. വീട്ടിൽ പ്രാവുകളുമുണ്ട്. പകൽ മുഴുവൻ ഗുർ 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 എന്ന സംഗീതം കേട്ടുകൊണ്ടിരിക്കും. ഇതുമാത്രമല്ല, വീട്ടിൽ പല്ലികളും കടന്നലുകളുമുണ്ട്. ഉറുമ്പുകളാണെങ്കിൽ ഒരു സൈന്യം തന്നെ താവളമടിച്ചതുപോലെയാണ്. ഇതിനിടയിലാണ് ഒരു ദിവസം 2 കുരുവികൾ നേരെ അകത്തേക്ക് കയറി വന്നത്. ആരോടും ചോദിക്കാതെ അവ പറന്നു നടന്ന് കാണാൻ തുടങ്ങി. അവ വീട് പരിശോധിക്കുകയാണെന്നും താമസിക്കാൻ യോഗ്യമാണോ എന്ന് നോക്കുകയാണെന്നുമാണ് അച്ഛൻ പറഞ്ഞത്. ചിലപ്പോൾ അവ വെന്റിലേറ്ററിൽ പോയിരിക്കും, ചിലപ്പോൾ ജനലിലും. വന്നതുപോലെ തന്നെ അവ പറന്നു പോവുകയും ചെയ്തു. എന്നാൽ 2 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ എന്താണ് കണ്ടത്? സിറ്റിംഗ് റൂമിലെ ഫാനിൻ്റെ മുകളിൽ അവ മെത്തയൊക്കെ വിരിച്ച് താമസത്തിന് വേണ്ട സാധനങ്ങളുമായി വന്നിരിക്കുന്നു. 2 പേരും അവിടെ ഇരുന്ന് സുഖമായി പാട്ടുപാടുകയാണ്. വ്യക്തമാണ് അവർക്ക് വീട് ഇഷ്ടമായിരിക്കുന്നു. അമ്മയും അച്ഛനും സോഫയിലിരുന്ന് അവയെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞ് അമ്മ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു, ഇനി ഇവ ഇവിടെ നിന്ന് പോകില്ല. ആദ്യമേ ഓടിച്ചിരുന്നെങ്കിൽ പോയേനെ. ഇതിപ്പോൾ അവ ഇവിടെ കൂടുണ്ടാക്കി കഴിഞ്ഞു. ഇതോടെ അച്ഛന് ദേഷ്യം വന്നു. അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഇവ ഇവിടെ എങ്ങനെ കഴിയുമെന്ന് ഞാനൊന്ന് കാണട്ടെ. ഈ കുരുവികൾ എൻ്റെ മുന്നിൽ എന്ത് നിസ്സാരമാണ്. ഞാൻ ഇപ്പോൾ തന്നെ അവയെ പുറത്താക്കാം. വിട്ടേക്കും മനുഷ്യരെ, എലികളെ പോലും പുറത്താക്കാൻ കഴിഞ്ഞില്ല. എന്നിട്ടാണോ ഈ പക്ഷികളെ പുറത്താക്കുന്നത്? അമ്മ പരിഹാസത്തോടെ പറഞ്ഞു. അമ്മ എന്തെങ്കിലും പരിഹാസ രൂപേണ പറഞ്ഞാൽ അച്ഛൻ ഉടനെ ചൂടാവും. അമ്മ തന്നെ കളിയാക്കുകയാണെന്ന് അദ്ദേഹം കരുതും. അദ്ദേഹം പെട്ടെന്ന് എഴുന്നേറ്റ് ചെന്ന് ഫാനിൻ്റെ താഴെ നിന്ന് ഉറക്കെ കൈകൊട്ടുകയും വായ കൊണ്ട് ഷൂ ഷൂ എന്ന ശബ്ദമുണ്ടാക്കുകയും ചെയ്തു. കൈകൾ വീശിക്കൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് ചാടാൻ തുടങ്ങി. കുരുവികൾ കൂട്ടിൽ നിന്ന് തല പുറത്തേക്കിട്ട് താഴേക്ക് നോക്കി. എന്നിട്ട് 2 പേരും ചേർന്ന് ഒരേ സമയം കരയാൻ തുടങ്ങി. ഇത് കണ്ട് അമ്മ പൊട്ടിച്ചിരിച്ചു. അച്ഛന് ദേഷ്യം കൂടി. ഇതിൽ ചിരിക്കാൻ എന്തിരിക്കുന്നു? അമ്മയ്ക്ക് ഇത്തരം സന്ദർഭങ്ങളിൽ എപ്പോഴും തമാശകൾ തോന്നും. അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ മനുഷ്യൻ ആരാണെന്നും എന്തിനാണ് നൃത്തം ചെയ്യുന്നതെന്നും കുരുവികൾ പരസ്പരം ചോദിക്കുകയാണ്. അപ്പോൾ അച്ഛന് കൂടുതൽ ദേഷ്യം വരികയും അദ്ദേഹം പഴയതിനേക്കാൾ ഉയരത്തിൽ ചാടാൻ തുടങ്ങുകയും ചെയ്തു. കുരുവികൾ കൂട്ടിൽ നിന്ന് പറന്ന ഫാനിൻ്റെ മറ്റൊരു ലീഫിൽ പോയിരുന്നു. അച്ഛൻ്റെ നൃത്തം അവയ്ക്ക് നന്നായി ഇഷ്ടപ്പെട്ടതുപോലെ തോന്നി. അമ്മ വീണ്ടും ചിരിച്ചു. ഇവ പുറത്തു പോകില്ല മനുഷ്യ. ഇപ്പോൾ അവ മുട്ടയിട്ടു കാണും. അതെങ്ങനെ പുറത്തു പോകാതിരിക്കും എന്ന് ചോദിച്ചുകൊണ്ട് അച്ഛൻ പുറത്തുപോയി ഒരു വടിയെടുത്തു കൊണ്ടുവന്നു.
ഇതിനിടയിൽ കുരുവികളും വീണ്ടും കൂട്ടിൽ പോയി ഇരുന്നു. അദ്ദേഹം വടി ഉയർത്തി ഫാനിൻ്റെ മുകൾ ഭാഗത്ത് തട്ടി. ചിം ചിം എന്ന് കരഞ്ഞുകൊണ്ട് കുരുവികൾ പറന്ന് ജനൽ വിരിയുടെ കമ്പിയിൽ പോയിരുന്നു. ഇത്രയും കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ? ഫാൻ ഇട്ടിരുന്നെങ്കിൽ അവ പറന്നുപോയാനേ, അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അച്ഛൻ വടിയുമായി ജനൽ വിരിയുടെ കമ്പിക്ക് നേരെ പാഞ്ഞു ചെന്നു. ഒരു കുരുവി പറന്ന് അടുക്കള വാതിലിന് മുകളിലിരുന്നു, മറ്റേത് ഗോവണിയുടെ അടുത്തുള്ള വാതിലിലും. അമ്മ വീണ്ടും ചിരിച്ചു. നിങ്ങൾ വലിയ ബുദ്ധിമാൻ തന്നെ. എല്ലാ വാതിലുകളും തുറന്നിട്ടാണോ നിങ്ങൾ കുരുവികളെ പുറത്താക്കാൻ നോക്കുന്നത്? ഒരു വാതിൽ മാത്രം തുറന്നിട്ട് ബാക്കിയുള്ളവ അടക്കൂ, എങ്കിലേ അവ പുറത്തു പോകൂ. അപ്പോൾ അച്ഛൻ എന്നെ ശകാരിച്ചുകൊണ്ട് പറഞ്ഞു, നീ അവിടെ നോക്കി നിൽക്കുകയാണോ? പോയി 2 വാതിലുകളും അടക്ക്. ഞാൻ ഓടിച്ചെന്ന് 2 വാതിലുകളും അടച്ചു. അടുക്കള വാതിൽ മാത്രം തുറന്നിട്ടു. അച്ഛൻ വീണ്ടും വടിയെടുത്ത് കുരുവികളെ ആക്രമിക്കാൻ തുടങ്ങി. ആ വീശിയ വടി ഒരു തവണ അമ്മയുടെ തലയിൽ കൊള്ളാതെ കഷ്ടിച്ചാണ് പോയത്. ചിം ചിം എന്ന് ശബ്ദമുണ്ടാക്കി പക്ഷികൾ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പറന്നിരുന്നു. ഒടുവിൽ രണ്ടും അടുക്കള വാതിൽ വഴി പുറത്തേക്ക് പറന്നുപോയി. അമ്മ കൈകൊട്ടി ചിരിക്കാൻ തുടങ്ങി. അച്ഛൻ വടി ചാരിവെച്ച് നെഞ്ചു വിരിച്ച് കസേരയിൽ വന്നിരുന്നു. ഇന്ന് വാതിലുകളെല്ലാം അടച്ചിടൂ, അദ്ദേഹം കൽപ്പിച്ചു. ഒരു ദിവസം അകത്ത് കയറാൻ പറ്റിയില്ലെങ്കിൽ അവ ഈ വീട് ഉപേക്ഷിച്ച് പൊയ്ക്കൊള്ളും. അപ്പോഴതാ ഫാനിന് മുകളിൽ നിന്ന് വീണ്ടും ചിം ചിം ശബ്ദം കേൾക്കുന്നു. അമ്മ പൊട്ടിച്ചിരിച്ചു. ഞാൻ തല ഉയർത്തി മുകളിലേക്ക് നോക്കി. 2 കുരുവികളും വീണ്ടും തങ്ങളുടെ കൂട്ടിലിരിപ്പുണ്ട്. അവ വാതിലിന് അടിയിലൂടെ വന്നതാണ്, അമ്മ പറഞ്ഞു. ഞാൻ വാതിലിന് താഴെ നോക്കി. സത്യമാണ്, വാതിലിന് താഴെ ചെറിയൊരു വിടവുണ്ടായിരുന്നു. അച്ഛന് വീണ്ടും ദേഷ്യം വന്നു. അമ്മയാണെങ്കിൽ സഹായിക്കുന്നുമില്ല, അവിടെ ഇരുന്ന് ചിരിക്കുകയും ചെയ്യുന്നു. ഇത്തവണ അച്ഛൻ കുരുവികളുടെ മേൽ കലിതുള്ളി പാഞ്ഞു ചെന്നു. പക്ഷികൾ ചിം ചിം എന്ന് കരഞ്ഞ് വീണ്ടും പുറത്തുപോയി. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും അവ വീണ്ടും മുറിയിലുണ്ട്. ഇത്തവണ വന്നത് വെന്റിലേറ്ററിലൂടെയാണ്. അതിൻ്റെ ഒരു ചില്ല് പൊട്ടിപ്പോയിരുന്നു. ഇതൊന്ന് കേൾക്കൂ, പക്ഷികളെ പുറത്താക്കരുത്, അമ്മ ഇത്തവണ ഗൗരവത്തിൽ പറഞ്ഞു. ഇപ്പോൾ അവ മുട്ടയിട്ട് കാണും. ഇനി അവ ഇവിടെ നിന്ന് പോകില്ല. അതെന്താ അങ്ങനെ? ഇവ കാരണം എൻ്റെ കാർപ്പറ്റ് നശിക്കുന്നത് ഞാൻ നോക്കി നിൽക്കണോ? അച്ഛൻ ചോദിച്ചു. എന്നിട്ട് വടി വീശി ഒരിക്കൽ കൂടി പക്ഷികളെ തുരത്തി. അവ രണ്ടും പിൻമുറ്റത്തെ മതിലിൽ പോയിരുന്നു. അപ്പോഴേക്കും രാത്രി. ഞങ്ങൾ ഭക്ഷണം കഴിച്ച് മുകളിൽ പോയി ഉറങ്ങി. പോകുന്നതിന് മുൻപ് ഞാൻ മുറ്റത്തേക്ക് നോക്കി. പക്ഷികൾ അവിടെ ഉണ്ടായിരുന്നില്ല. അവയ്ക്ക് ബുദ്ധി ഉദിച്ചു കാണുമെന്നും തോൽവി സംബന്ധിച്ച് മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് പോയിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതി. പിറ്റേന്ന് ഞായറാഴ്ചയായിരുന്നു. ഞങ്ങൾ താഴേക്ക് വന്നപ്പോൾ അവ വീണ്ടും അവിടെയുണ്ട്. അവിടെ ഇരുന്ന് സന്തോഷത്തോടെ പാട്ടുപാടുകയാണ്. അച്ഛൻ വീണ്ടും വടിയെടുത്തു. അന്ന് അവയെ പുറത്താക്കാൻ അദ്ദേഹത്തിന് അധികം സമയം വേണ്ടി വന്നില്ല. ഇപ്പോൾ ഇതൊരു പതിവായി മാറി. പകൽ സമയം അവയെ പുറത്താക്കും, എന്നാൽ രാത്രി ഞങ്ങൾ ഉറങ്ങുന്ന സമയത്ത് ഏതോ വഴിയിലൂടെ അവ വീണ്ടും അകത്ത് കടക്കും. അച്ഛൻ ആകെ അസ്വസ്ഥനായി. ഒരാൾക്ക് എത്ര നേരം വടി വീശാൻ കഴിയും? ഞാൻ തോൽവി സമ്മതിക്കുന്ന കൂട്ടത്തിലല്ല എന്ന് അച്ഛൻ ഇടയ്ക്കിടെ പറയുമായിരുന്നെങ്കിലും ഒടുവിൽ അദ്ദേഹം മടുത്തു. സഹി കെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ കുരുവിക്കൂട് വലിച്ചു പുറത്തെറിയുമെന്ന്. ഉടനെ തന്നെ അദ്ദേഹം പുറത്തുനിന്ന് ഒരു സ്റ്റൂൾ എടുത്തുകൊണ്ടുവന്നു. കൂട് തകർക്കുക എന്നത് പ്രയാസമുള്ള കാര്യമായിരുന്നില്ല. അദ്ദേഹം ഫാനിന് താഴെ തറയിൽ സ്റ്റൂളിട്ടു വടിയുമായി അതിൽ കയറി നിന്നു. ആരെയെങ്കിലും ശരിക്കും പുറത്താക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ വീട് തകർക്കണം, അദ്ദേഹം ദേഷ്യത്തോട് പറഞ്ഞു. കൂട്ടിൽ നിന്നും കുറേ പുല്ലുകൾ പുറത്തേക്ക് തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു. കുരുവികൾ അലങ്കാരത്തിനായി തൂക്കിയിട്ട തോരണം പോലെ. അച്ഛൻ വടിയുടെ അറ്റം ആ ഉണങ്ങിയ പുല്ലുകളിൽ ഉടക്കി വലതുവശത്തേക്ക് വലിച്ചു. 2 പുല്ലുകൾ കൂട്ടത്തിൽ നിന്ന് വേർപെട്ട് താഴേക്ക് പറന്നു വീണു. കൊള്ളാം, 2 പുല്ലുകൾ പോയി കിട്ടി, അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇനി ബാക്കി 2000 എണ്ണവും ഉടനെ പോയിക്കോളും. അപ്പോഴാണ് ഞാൻ പുറത്തെ മുറ്റത്തേക്ക് നോക്കിയത്. ആ 2 കുരുവികളെയും എനിക്ക് കാണാമായിരുന്നു. അവ രണ്ടും മിണ്ടാതെ മതിലിന് മുകളിൽ ഇരിക്കുകയായിരുന്നു. ഇതിനിടയിൽ അവ രണ്ടും കുറച്ച് മെലിഞ്ഞതുപോലെയും കറുത്തതുപോലെയും തോന്നി. ഇപ്പോൾ അവ ചിലയ്ക്കുന്നുപോലുമില്ലായിരുന്നു. ഇപ്പോൾ അച്ഛൻ വടിയുടെ അറ്റം പുല്ലുകൾക്കിടയിൽ വെച്ച് വട്ടം കറക്കാൻ തുടങ്ങി. അതോടെ കൂടിൻ്റെ നീളമുള്ള പുല്ലുകൾ വടിയുടെ അറ്റത്ത് ചുറ്റാൻ തുടങ്ങി. ചുറ്റി ചുറ്റി ആ കൂട് വടിയിലേക്ക് വലിക്കപ്പെട്ടു. ഉണങ്ങിയ പുല്ലും പഞ്ഞിക്കഷ്ണങ്ങളും നൂലുകളും എല്ലാം വടിയിൽ ചുറ്റിക്കൂടി. പെട്ടെന്നാണ് ആ ശബ്ദം കേട്ടത്. ചിം 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 ചിം. അച്ഛൻ്റെ കൈകൾ പെട്ടെന്ന് നിശ്ചലമായി. ഇതെന്താണ്? കുരുവികൾ തിരിച്ചു വന്നു. ഞാൻ വേഗം പുറത്തേക്ക് നോക്കി. ഇല്ല, ആ 2 കുരുവികളും പുറത്ത് മതിലിൽ മരവിച്ചിരിക്കുകയാണ്. ചിം ചിം ചിം. വീണ്ടും ശബ്ദം കേട്ടു. ഞാൻ മുകളിലേക്ക് നോക്കി.
ഫാനിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് കുഞ്ഞിക്കുരുവികൾ തല പുറത്തേക്കിട്ട് താഴത്തേക്ക് നോക്കി നിർത്താതെ കരയുന്നു. അപ്പോഴും അച്ഛൻ്റെ കയ്യിൽ വടിയുണ്ടായിരുന്നു. അതിൽ കൂടിൻ്റെ വലിയൊരു ഭാഗം ചുറ്റിക്കിടപ്പുണ്ടായിരുന്നു. 2 കുഞ്ഞിക്കുരുവികൾ. അവ ഇപ്പോഴും താഴേക്ക് നോക്കി ഞങ്ങൾ വന്നു, ഞങ്ങളുടെ അച്ഛനമ്മമാർ എവിടെ എന്ന് ചോദിക്കുന്നത് പോലെ കരഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ അത്ഭുതത്തോടെ അവയെ നോക്കി നിന്നു. അച്ഛൻ സ്റ്റൂളിൽ നിന്ന് താഴെ ഇറങ്ങി വടിയിൽ നിന്ന് കൂടിൻ്റെ പുല്ലുകൾ വേർപെടുത്തി വടി ഒരു വശത്തേക്ക് മാറ്റിവെച്ചു. എന്നിട്ട് മിണ്ടാതെ കസേരയിൽ വന്നിരുന്നു. ഇതിനിടയിൽ അമ്മ എഴുന്നേറ്റ് പോയി എല്ലാ വാതിലുകളും തുറന്നിട്ടു. കുഞ്ഞു പക്ഷികൾ അപ്പോഴും അച്ഛനമ്മമാരെ വിളിച്ചു കരയുകയായിരുന്നു. പെട്ടെന്ന് അവയുടെ അച്ഛനമ്മമാർ അകത്തേക്ക് പറന്നു വന്നു. അവർ കുഞ്ഞുങ്ങളെ അടുത്തെത്തി തങ്ങളുടെ കൊക്കുകൾ കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം നൽകാൻ തുടങ്ങി. അച്ഛനും അമ്മയും ഞാനും അവരെ തന്നെ നോക്കി നിന്നുപോയി. മുറിയിൽ വീണ്ടും പക്ഷികളുടെ ബഹളം തുടങ്ങിയിരുന്നു. പക്ഷേ ഇത്തവണ അച്ഛൻ അവയെ നോക്കി പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്തത്.